സർ, ഈ ക്രിസ്മസ് എക്സാം ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കാൻ മാത്രമൊക്കെ ഉണ്ടോ? നമ്മൾ യൂട്യൂബിലൊക്കെ അലക്സ് സാർ പറഞ്ഞു ക്രിസ്മസ് എക്സാം സ്റ്റഡി പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മാസ്സാക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ട പരിപാടിയാണോ ഈ ക്രിസ്മസ് എക്സാം? ഒന്നുമില്ലെങ്കിൽ ഈ ക്രിസ്മസ് പരീക്ഷയിലെ മാർക്കൊന്നും പബ്ലിക് എക്സാമിനെ ബാധിക്കില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ അവസാനം വരെയും കാണണം. എന്നിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും ഒന്ന് റീവാലുവേറ്റ് ചെയ്യുക. ഫസ്റ്റ് കാര്യം, എന്തുകൊണ്ടാണ് ക്രിസ്മസ് എക്സാം ഇമ്പോർട്ടൻ്റ് ആയത്, എന്തുകൊണ്ട് നിങ്ങൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയി എടുക്കണം എന്നുള്ളതിൻ്റെ ഫസ്റ്റ് റീസൺ വളരെ ഓബ്വിയസ് ആണ് മക്കളെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടാവും? ഓരോ സബ്ജക്റ്റിലും 14-15 ചാപ്റ്ററോളം പഠിക്കാനുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയോക്ക്, ഈ ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞ എക്സാം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴായിരിക്കും ഈ 14-15 ചാപ്റ്റേഴ്സ് ഓരോ സബ്ജക്റ്റിലും പഠിക്കാൻ തുടങ്ങുക? നിങ്ങൾ ആ പരീക്ഷയുടെ 1 മാസം അല്ലെ 1.5 മാസം 2 മാസം മുൻപ്, അതായത് ഒരു ജാനുവരി ഒക്കെ ആകുമ്പോഴായിരിക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. ഈ പരീക്ഷ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾ അപ്പളേ പഠിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെ പഠിച്ചു തുടങ്ങാൻ പോകുന്നുള്ളൂ. അത് വർക്ക് ചെയ്യുമോ? നിങ്ങൾക്ക് ജസ്റ്റ് 70%, 75% ഒക്കെ മാർക്ക് മതിയെങ്കിൽ തീർച്ചയായിട്ടും അത് വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് സീരിയസ്ലി 90% മുകളിലൊക്കെ മാർക്ക് നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം മാത്രം പഠിച്ചു തുടങ്ങിയാൽ പോരാ. നിങ്ങൾ ഇപ്പോഴേ സീരിയസ് ആയിട്ട്, അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും സീരിയസ് ആയി പഠിച്ചു തുടങ്ങണം. ഓക്കെ, ആദ്യം വർഷം തന്നെ ആദ്യം മുതൽ പഠിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയില്ല, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇനിയെങ്കിലും ഈ ഒരു സമയമെങ്കിലും, അതായത് നമ്മൾ നവംബർ എത്തി, ഇനി നോക്കുകയാണെങ്കിൽ കുറേ മാസങ്ങൾ ബാക്കിയില്ല, ഇപ്പോഴെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങണം. പക്ഷെ അങ്ങനെ പഠിച്ചു തുടങ്ങണമെങ്കിൽ നിങ്ങളോട് ഞാൻ വന്നിട്ട് പറയുകയാണ് എല്ലാ ദിവസവും പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല. ക്രിസ്മസ് എക്സാം ഉണ്ട്, ഒരു പബ്ലിക് എക്സാമിൻ്റെ സ്റ്റൈലിൽ നടക്കുന്ന സെൻട്രലൈസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ചിട്ട് അത്യാവശ്യം സീരിയസ് ആയെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പരീക്ഷ വരുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾ അതിനെ സീരിയസ് ആയിട്ട് കാണുള്ളൂ. അറ്റ്ലീസ്റ്റ് അതിന് വരുന്ന ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പഠിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് കാരണം എന്താണ്? നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് നല്ലൊരു മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണം. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങണം. നിങ്ങളൊരു പരീക്ഷയ്ക്ക് വെച്ചാലേ നിങ്ങൾ പഠിച്ചു കൊടുക്കുന്നുള്ളൂ എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് എക്സാമിനെ സീരിയസ് ആയിട്ട് നിങ്ങൾ കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം നല്ല സിലബസ് തീർന്നു കിട്ടും, നല്ല മാർക്ക് ഓട്ടോമാറ്റിക്കലി ഇപ്പം തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ വളരെ ഓബ്വിയസ് ആണ് മക്കളെ. നിങ്ങൾ ക്രിസ്മസ് എക്സാമിൽ നിങ്ങളുടെ പോർഷൻസ് എടുത്തു നോക്കിയാൽ ഒരു 80 അല്ലെ 85% നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ പോർഷൻസ് ഓൾറെഡി ക്രിസ്മസ് എക്സാമിൽ വരും. അപ്പോൾ ആ സിലബസ് ഒക്കെ നിങ്ങൾ ഇപ്പോൾ തന്നെ തീർക്കുകയാണെങ്കിൽ പബ്ലിക് എക്സാമിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾ അത് വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതിയോ. എന്നിട്ട് ആ ബാക്കിയുള്ള 15% അല്ലെങ്കിൽ 20% പോർഷൻസ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. നിങ്ങളുടെ ടൈം ലൈൻ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ടൈം ലൈൻ ഒന്ന് സെറ്റാക്കി എടുക്കാൻ, അതായത് പഠിക്കേണ്ട സമയത്ത് പഠിക്കുന്നു, അവസാന സമയത്ത് റിവൈസ് ചെയ്യുന്ന സംഭവം നടക്കണമെങ്കിൽ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ പരീക്ഷ ആകുമ്പോഴത്തേക്ക് ആ ചാപ്റ്റേഴ്സ് പഠിച്ച് സെറ്റായി തീർക്കണം. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതായത് സിലബസ് കുറേയൊക്കെ കംപ്ലീറ്റ് ആയി പോകും. ഓക്കെ, കംപ്ലീറ്റ് ആയി തീരും. മൂന്നാമത്തെ കാര്യമാണ്, പലരും ആലോചിക്കുന്നുണ്ടാവും, സാർ അത് ഈ ക്രിസ്മസ് എക്സാമിനല്ലല്ലോ നമ്മുടെ ഇത് പഠിച്ചൊക്കെ തീർക്കേണ്ടത്, മോഡൽ എക്സാം ആകുമ്പോഴല്ലേ. മോഡൽ എക്സാമൊക്കെ എഴുതി അല്ലേ, എന്തിനും അതിൻ്റെ മാർക്കൊക്കെ നോക്കിയിട്ടാണല്ലോ ഞാൻ എത്ര ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. ശരിയാണ്, മോഡൽ എക്സാമിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഒരു മോഡൽ പരീക്ഷയാണത്. പരീക്ഷ പബ്ലിക് എക്സാം വരുന്ന പോലെ തന്നെയായിരിക്കും വരിക, അതിൻ്റെ സിലബസ് തന്നെയായിരിക്കും വരിക. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിലയിരുത്താം നിങ്ങളുടെ പ്രിപ്പറേഷൻ റെഡിയാണോ, അല്ലെ പോരാ, നല്ലതാണോ അല്ലെ മോശമാണോ എന്നൊക്കെ ഇന്ന് വിലയിരുത്തി അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റമൊക്കെ വരുത്താം. ഇതൊക്കെ തിയററ്റിക്കലി നടക്കും, പക്ഷെ പ്രാക്ടിക്കലി നടക്കുമോ? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മോഡൽ എക്സാം കഴിഞ്ഞ് ഈ പബ്ലിക് എക്സാമിന് കുറേ ഗ്യാപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാമൊക്കെ എഴുതി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, അയ്യോ ഞാൻ പഠിച്ചത് വെച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നും പോരാ, ഇങ്ങനെയൊന്നും അല്ല പഠിക്കേണ്ടത് എന്ന് അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. പക്ഷെ അത് മനസ്സിലാവുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ടു ലേറ്റ്. നിങ്ങൾ ഓവർ ലേറ്റ് ആയിപ്പോയി. നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം അല്ലെങ്കിൽ നന്നാവണം എന്ന് വിചാരിച്ചാൽ തന്നെ അതിനുള്ളൊരു സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല, ആ മോഡൽ എക്സാമിന് ശേഷം ഉണ്ടാവില്ല എന്നാണ് റിയാലിറ്റി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ക്രിസ്മസ് എക്സാമിനെ തന്നെ നിങ്ങളുടെ മോഡൽ എക്സാം ആയിട്ട് കരുതണം. ഈ ക്രിസ്മസ് പരീക്ഷയാണ് നിങ്ങളുടെ മോഡൽ എക്സാം. ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അത് നിങ്ങൾ നമ്മുടെ എക്സാമിനറുടെ ബാച്ചിൽ ഫോളോ ചെയ്ത് കുട്ടിയാണ് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ യൂട്യൂബിൽ മാത്രം കാണുന്ന കുട്ടിയാണ് നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എവിടെയും പോകാണ്ട് ട്യൂഷനും യൂട്യൂബിൽ ഒന്നും നിങ്ങൾ ചെയ്യാണ്ട് നിങ്ങൾ നല്ല മാർക്ക് നേടിയ കുട്ടിയാണ് നിങ്ങൾ അതിനെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ക്രിസ്മസ് എക്സാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല പോകുന്നതെങ്കിൽ, മാർക്ക് കുറവാണ് കിട്ടുന്നതെങ്കിൽ സീരിയസ്ലി നിങ്ങൾ റീതിങ്ക് ചെയ്യണം നിങ്ങളുടെ പഠനത്തിൻ്റെ സ്ട്രാറ്റജി. ഓക്കെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം ആവുമ്പോൾ നല്ല മാർക്ക് കിട്ടാൻ പറ്റില്ല. ഇത് ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതല്ല, പക്ഷെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, ഇത് ഞാൻ പറയാതിരുന്നാൽ നിങ്ങൾ അവസാനം മണ്ടന്മാരാവും.
ഞാനും മണ്ടന്മാരോ, കാരണം ആർക്കും മാർക്ക് ഉണ്ടാവില്ല, ഞാൻ ഈ പറയുന്നതും ഒക്കെ വെറുതെ ആയിപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ പേടിപ്പിക്കാൻ പറയുന്നില്ല, റിയാലിറ്റി പറഞ്ഞു തരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ക്രിസ്മസ് പരീക്ഷേനെ ഒരു മോഡൽ എക്സാം പോലെ തന്നെ കാണണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് അനുസരിച്ച് വേണം നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിൻ്റെ സ്ട്രാറ്റജി നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. സോ ആ ഒരു രീതിയിൽ, ഒരു മോഡൽ എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിസ്മസ് എക്സാമിനെ കാണാം. ആൻഡ് ഫൈനലി നിങ്ങൾ ക്രിസ്മസ് എക്സാമിനെ സീരിയസ് ആയിട്ട് കാണുന്നതിൻ്റെ അഡ്വാൻറ്റേജ് വളരെ സിമ്പിളാണ് മക്കളെ. നിങ്ങൾ ഇപ്രാവശ്യം ഓണം എക്സാമൊക്കെ ഒരു സ്കൂൾ തലത്തിൽ സ്കൂളിലെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി നിങ്ങൾക്ക് ഒരു ഓണം എക്സാം തന്നു. പക്ഷെ അതുപോലെ അല്ല ശരിക്കും ഒരു ഓണം എക്സാം നടക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഓണം എക്സാമിൻ്റെ കാര്യം വിട്, പബ്ലിക് എക്സാം അതുപോലെ ആയിരിക്കില്ല നടക്കുക. പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിന് ഡിഫിക്കൽട്ടി, അതിൻ്റെ പാറ്റേൺ ഒക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. അതിൽ പഠിക്കാനുള്ള എമൗണ്ട് ഓഫ് ചാപ്റ്റേഴ്സും ഡിഫറൻ്റ് ആയിരിക്കും. ആ എക്സാമിൽ ഇരിക്കുമ്പോൾ, ആ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ടെൻഷനും ആ സ്ട്രെസ്സൊക്കെ അത് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കുറച്ചൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ടു ആവണമെങ്കിൽ, നിങ്ങൾക്ക് ശീലമാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്രിസ്മസ് എക്സാം വെറുതെ എഴുതിയാൽ മാത്രം പോരാ. ഒന്നും പഠിക്കാണ്ട് പോയി എഴുതിയാൽ നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. കുറച്ച് പഠിച്ചൊക്കെ നന്നായി പ്രിപ്പയർഡ് ആയിട്ട് പോയിട്ട് പബ്ലിക് എക്സാം എഴുതുന്നത് പോലെ നിങ്ങളത് എഴുതി നോക്കുമ്പോഴേ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് അനുഭവിക്കാൻ പറ്റുള്ളൂ. എക്സാമിൻ്റെ മുൻപുണ്ടാകുന്ന ആ ടെൻഷൻ, പരീക്ഷ ഹാളിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവാതിരിക്കുമ്പോഴുള്ള ആ ടെൻഷൻ, പരീക്ഷ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ മാർക്ക് കിട്ടാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അതൊക്കെ കുറച്ച് നിങ്ങളിപ്പോൾ തന്നെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പബ്ലിക് എക്സാം ആകുമ്പോൾ ആ ഒരു ഫീലിങ്സ് ഒന്നും നിങ്ങൾക്ക് പുതിയതായിരിക്കില്ല, നിങ്ങൾ ഓൾറെഡി ഫീൽ ചെയ്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനൊന്നും വരില്ല. ഓക്കെ, ഒബ്വിയസ്ലി കുറച്ച് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും, ചെറിയൊരു പേടിയുണ്ടാവും, പക്ഷേ അതൊരു സ്ട്രെസ്സായി മാറില്ല. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം ഇതിങ്ങനെയൊക്കെ തന്നെയാണ്, വലിയ സംഭവമൊന്നുമില്ല, പേടി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ അവസാനം പബ്ലിക് എക്സാം ആകുമ്പോൾ അതൊന്നും വിഷയമില്ലാത്ത കാര്യമാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ ഓൾറെഡി ഒന്ന് അനുഭവിക്കണം. അത് അനുഭവിക്കണമെങ്കിൽ വെറുതെ പോയി ക്രിസ്മസ് പരീക്ഷ എഴുതിയാൽ മാത്രം പോരാ, അത് സീരിയസ് ആയിട്ട് എടുത്ത് തന്നെ എഴുതണം, സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യണം, സീരിയസ് ആയിട്ട് പരീക്ഷ എഴുതണം. ഇതൊക്കെ കൂടാതെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. പലരും എന്താ ചെയ്യാമെന്നറിയോ, ക്രിസ്മസ് എക്സാം സീരിയസ് ആയിട്ട് എടുക്കില്ല, പഠിക്കും എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരുമോ, ജസ്റ്റ് അവസാനത്തെ ഒരു 1-2 യൂട്യൂബിൽ ലൈവ് കണ്ടിട്ട് പോയി പരീക്ഷ എഴുതും. എന്നിട്ട് ഓബ്വിയസ്ലി വലിയ മാർക്കൊന്നും കിട്ടില്ല. അപ്പോൾ അവർ വിചാരിക്കും എന്താണ്, ഞാൻ പഠിക്കാത്ത കൊണ്ടാണ്, പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുന്ന വിചാരിക്കും. ഇതാണ് ഏറ്റവും വലിയ മണ്ടത്തം. കാരണം അവർ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തോ വലിയ സംഭവം കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷേ അത് റിയാലിറ്റി ആവണമെന്നുണ്ടോ, അതാണ് സത്യം എന്ന് ആവണമെന്നുണ്ടോ, ഇല്ല എന്നാണ് റിയാലിറ്റി. അപ്പം നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ എത്ര മാർക്ക് കിട്ടുമെന്ന് മനസ്സിലാവണം, നിങ്ങൾ ആക്ച്വലി പഠിച്ച് നോക്കണം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഈ പഠിക്കുന്നത് എഫക്റ്റീവ് ആണോ എന്ന്. അപ്പോൾ ആ ഒരു മിഥ്യാധാരണയിൽ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയും നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്മസ് എക്സാമിനെ സീരിയസ് ആയിട്ട് കരുതണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ കുറച്ചെങ്കിലും തോന്നിയിട്ടുണ്ടാവും, ക്രിസ്മസ് എക്സാമിനെ സീരിയസ് ആയിട്ട് കണ്ടാൽ, ക്രിസ്മസ് എക്സാം സീരിയസ് ആയതുകൊണ്ടല്ല, പക്ഷേ ക്രിസ്മസ് എക്സാമിന് സീരിയസ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് ഗുണമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആയി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കൺവിൻസ്ഡ് ആയിട്ട് സീരിയസ് ആയിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ്. എക്സാമിൻ്റെ 100% ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് മക്കളെ. അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു ഗംഭീര സ്റ്റഡി ചാലഞ്ച് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ ഡെലിവർ ചെയ്യാൻ പോകുന്ന, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി 20-day സ്റ്റഡി ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഞായറാഴ്ച കൃത്യം 8 മണിക്ക്, വൈകുന്നേരം 8 മണിക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ ലൈവിൻ്റെ, ആ സ്റ്റഡി ചാലഞ്ച് ലൈവിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യുക, റിമൈൻഡ് മീ ലൈക്കും ചെയ്ത് വെക്കുക. പറ്റുമെങ്കിൽ 2-3 ഫ്രണ്ട്സിനെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഞായറാഴ്ച നിങ്ങൾ ഈ പഠിക്കാൻ വേണ്ടി തീരുമാനം, ഈ നന്നായിട്ട് പഠിക്കണം, ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം, ക്രിസ്മസ് എക്സാം സീരിയസ് ആയിട്ട് കാണുന്നു എന്നുള്ള തീരുമാനം നിങ്ങൾ ഓൾറെഡി എടുത്തെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാനാണ്. ആ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഗംഭീര സ്റ്റഡി ചാലഞ്ചും ലൈവ് ക്ലാസ്സും ഈ ചാനലിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് തരും. അതിനാകെ ചെയ്യേണ്ടത് ഈ ഞായറാഴ്ചത്തെ ലൈവ് ക്ലാസ്സിൽ കയറി വരിക എന്ന് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, നിങ്ങളെ പഠിപ്പിച്ച് ക്രിസ്മസ് പരീക്ഷയിൽ തന്നെ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നേടിത്തരാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ് മക്കളെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞായറാഴ്ച കാണാം വിത്ത് അവർ 20 days സ്റ്റഡി ചാലഞ്ച്. അപ്പോൾ ഞായറാഴ്ച ലൈവിൽ വരാൻ പോകുന്നവർ എല്ലാവരും എന്ത് ചെയ്യുക മക്കളെ, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് കാണാം സാർ.